വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് ഒക്ടോബർ 30th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഓപ്പൺ കോഴ്സ് ആണ്. സോ ഓപ്പൺ കോഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പാസ് ആകാൻ എത്ര മാർക്സ് വേണം, ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ദെൻ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണ്. മറ്റ് ഡിസിപ്ലിനിലുള്ള ഒരു പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്സാക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, തോൽപ്പിക്കാറുണ്ടോ, ഇങ്ങനെ ഓപ്പൺ കോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇത് മൂന്നിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം അറിയേണ്ട കാര്യം, ഓപ്പൺ കോഴ്സിൽ പാസ് മാർക്ക് എത്രയാണ്. അപ്പോൾ ഓപ്പൺ കോഴ്സിന്റെ പാറ്റേൺ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സാധാരണ എക്സാം പോലെയല്ല. ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ 60 മാർക്ക്, ദെൻ ഇന്റേണൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് MCQ ഉണ്ട്, 15 എണ്ണമാണ് വരിക. അപ്പോൾ അങ്ങനെ ടോട്ടൽ 60 + 15 75 മാർക്സിൻ്റെ ആണ് ടോട്ടൽ വരുന്നത്. യൂഷ്വലി നമുക്ക് 100 മാർക്കാണ് എങ്കിൽ ഇവിടെ 60 + 15 ആണ് വരുന്നുള്ളൂ, 75 മാർക്ക്. അപ്പോൾ അതിൽ ഇന്റേണൽ റെഗുലർ സ്റ്റുഡൻസിന്റെ കേസിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്നതാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് 15 മാർക്ക് MCQ ആയിട്ട് നിങ്ങൾ എഴുതി മേടിക്കേണ്ടതായിട്ട് വരും. ദെൻ എക്സ്റ്റേണൽ 60 മാർക്കിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറയാം. 60 മാർക്കിന്റെ പാറ്റേണിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ 12 ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ 12 എണ്ണത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അവിടെ സീലിംഗ് ഉണ്ട്, 10 × 2 20 മാർക്കാണ്. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 7 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 7നും ആൻസർ ചെയ്യാം. ബട്ട് സീലിംഗ് ഉണ്ട്, മാക്സിമം 30 മാർക്കാണ് അവിടെ കിട്ടുള്ളൂ. ഒരു ചോദ്യത്തിന് 5 മാർക്കാണ് വരിക. ഓക്കെ, അപ്പോൾ മാക്സിമം 30. അപ്പോൾ പാർട്ട് എ 20 മാർക്സ്, പാർട്ട് ബി 30 മാർക്സ്. ദെൻ പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് 2 SC ചോദ്യങ്ങളാണ്, അതിൽ ഒരെണ്ണത്തിന് ആൻസർ ചെയ്യണം, 10 മാർക്കാണ് ഒരെണ്ണത്തിന് വരുന്നത്. സോ 1 × 10 മാർക്സ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 60 മാർക്സിൻ്റെ ഒരു പേപ്പറാണ് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് എഴുതേണ്ടതായിട്ട് വരിക. 2 മണിക്കൂറിൻ്റെ എക്സാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ 60, ഇന്റേണൽ 15, അങ്ങനെ ടോട്ടൽ 75 മാർക്ക്. 75ൽ നിങ്ങൾക്ക് വേണ്ടത് ഇന്റേണലും എക്സ്റ്റേണലും കൂടിയിട്ട് വേണ്ടത് അതിൻ്റെ 35% ആയിട്ടുള്ള ഏകദേശം 26 മാർക്ക്, അല്ലെങ്കിൽ 27 വേണമെങ്കിൽ വയ്ക്കാം. ആ ഒരു മാർക്കാണ് നമുക്ക് പാസ്സാകാൻ വേണ്ടത് 75ൽ, ഇന്റേണലും എക്സ്റ്റേണലും കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ പാസ്സാകാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 26-27 മാർക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ essay എഴുതിയിട്ട് ഒരു പകുതി മാർക്കെങ്കിലും കിട്ടി, ഒരു 5 മാർക്ക്. പാർട്ട് എയിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു 5 എണ്ണത്തിനെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു 10 മാർക്കായി. അപ്പോൾ അങ്ങനെ തന്നെ 10ഉം 5ഉം 15ആയി. ദെൻ ഈ പറയുന്ന ഇന്റേണൽ റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും, അതല്ലാത്തവർക്കാണെങ്കിൽ MCQ എഴുതിയിട്ട് കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു 10 മാർക്ക് കിട്ടിയാൽ അവിടെ ഏകദേശം നമുക്ക് 25 മാർക്കിനെക്കാട്ടിൽ 25 മാർക്കിൻ്റെ അടുത്തായി. പിന്നെ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ കൂടി എഴുതി നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ പാസ്സാകാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന ഓപ്പൺ കോഴ്സിൽ. 26-27 മാർക്കല്ലേ വേണ്ടോ 75ൽ. അപ്പോൾ കുട്ടികൾക്ക് നെക്സ്റ്റ് അറിയേണ്ട ഒരു കാര്യം, ഇത് മറ്റൊരു ഡിസിപ്ലിനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ലിബറലാണോ ടഫായിട്ടാണോ വരാറ്. നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഡിസിപ്ലിനിൻ്റെ പേപ്പർ ആയതുകൊണ്ട് തന്നെ വാല്യുവേഷൻ കുറച്ച് ലിബറലായിട്ട് വരാറൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഈ പേപ്പറിൽ പല കുട്ടികളും തോൽക്കാറുണ്ട്. അത് തോൽക്കണതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീരെ മോശമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് തോൽക്കാറുള്ളൂ. നിങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും അറ്റൻഡ് ചെയ്ത്
ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇന്റേണലി വലിയ കുഴപ്പമില്ലാത്ത മാർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനാണെങ്കിൽ 15 വലിയ കുഴപ്പമില്ലാത്ത മാർക്ക്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പാസ്സാവും. ഒന്നിനും ആൻസർ ചെയ്യാണ്ട് പോരരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അവർക്ക് മാർക്ക് ഇടാനുള്ള സ്പേസ് കൊടുക്കണം. ഇപ്പോൾ കോമേഴ്സുകാരുടെ ഈ പറയുന്ന ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്സ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അത് മറ്റ് ഡിസിപ്ലിൻ കുട്ടികളാണ് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ BA ആയിരിക്കും ചിലപ്പോൾ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് അറിയാം ഇത് അക്കൗണ്ടിങ് അറിയാത്ത ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും ഇത് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ കുറച്ച് ലിബറലായിരിക്കും. ഓക്കെ, എന്ന് വെച്ചിട്ട് വെറുതെ എഴുതിയ മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പോയി എഴുതരുത്. പിന്നെ ഞാൻ 5th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നതാണ്, ഓപ്പൺ കോഴ്സിലെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ എളുപ്പം പേപ്പറാണ്. അങ്ങനെയുള്ള ചില സബ്ജക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമ്മുടെ പല പേപ്പേഴ്സായിട്ട് ഉള്ളതാണ്. പല കുട്ടികൾ ഇതൊന്നും നോക്കാണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ചില സബ്ജക്ട്സ് ഒക്കെ എടുക്കും. അവസാനം അതിന് മെറ്റീരിയലും ഇല്ല, ക്ലാസ്സും വരികയും കിട്ടിയിട്ടില്ല, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പിന്നെ ഇഷ്ടം പോലെ മെസ്സേജാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം പറയാറുള്ളതാണ്. കാരണം നമുക്ക് 5 പേപ്പറിന് പഠിക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഓപ്പൺ കോഴ്സ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും ആദ്യം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ഓപ്പൺ കോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദെൻ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ പല കുട്ടികളും ചില പേപ്പർ വേണമെന്ന് പറയുന്നുണ്ട്, കേരള എക്കണോമിയൊക്കെ. ഞാൻ നോക്കട്ടെ, പരമാവധി ഞാൻ എല്ലാതും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ടൈമിൻ്റെ അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.